ബി.ജെ.പിയുടെ കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവ് പി.കെ. കൃഷ്ണദാസുമായി ഞങ്ങൾ റിപ്പോർട്ടർ നടത്തിയ പഴയ ഇന്റർവ്യൂവിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ. ബി.ജെ.പിയുടെ നിരവധി സ്ഥാനങ്ങൾ ഇതിനകം വഹിച്ചിട്ടുണ്ട്. ദേശീയ സമിതി അംഗമാണ്. ജനസംഘത്തിലൂടെയാണ് സാറ് കടന്നു വന്നത്. വിദ്യാഭ്യാസ കാലവും പിന്നീട് ഈ RSSലൂടെ ബി.ജെ.പിയിലേക്കുള്ള പ്രവേശം എങ്ങനെയാണെന്ന് വിവരിക്കാമോ? ഞാനെൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബന്ധപ്പെടാനിടയായത്. 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ സംഘത്തിൻ്റെ ദൈനംദിന ശാഖയിൽ പോകാറുണ്ടായിരുന്നു. ഞാനും എൻ്റെ ജ്യേഷ്ഠനും തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ ഞാനത് ശാഖയിൽ ദിവസേന പോകാറുണ്ടായിരുന്നു. ശക്തമായ എതിർപ്പ് അന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പോലെയല്ല. അന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തായിരുന്നു ഭയങ്കര ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. എൻ്റെ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങളം മണ്ഡലം മുൻ മന്ത്രി PR ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. അന്ന് ഗ്രൂപ്പ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് ചേർന്ന കാലഘട്ടം. അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പ് എൻ്റെ വീട്ടുകാർക്കെതിരായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ RSSൻ്റെ ശാഖയിൽ പോകുന്നു. പക്ഷേ വീട്ടുകാർ ശാഖയിൽ പോകുന്നതിന് അനുകൂലമായിരുന്നു. അങ്ങനെ ശാഖയുമായിട്ട് RSS സംഘവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം പിന്നെ ABVP ആയിട്ട് സ്വാഭാവികമായിട്ടും ബന്ധമുണ്ടായി. അതിനുശേഷമാണ് സംഘവുമായിട്ടുള്ള ബന്ധമാണ് പിന്നീട് യുവമോർച്ചയുടെ ബന്ധത്തിലേക്ക് കലാശിച്ചത്. ആദ്യമായിട്ട് ഞാൻ യുവമോർച്ചയുടെ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങളം മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയായിരുന്നു. പിന്നീട് ഞാൻ പ്രസിഡൻ്റായി. പിന്നെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡൻ്റായി. അതിനുശേഷം ഞാൻ അധ്യാപക പരിശീലനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തിലായിരുന്നു എൻ്റെ വിദ്യാലയം, സ്കൂൾ. അപ്പോൾ സ്കൂൾ ചേർന്നതിന് ശേഷം ഞാൻ കോഴിക്കോട് ജില്ലയിൽ അച്ഛൻ്റെ വീട്ടിലായിരുന്നു താമസം. അവിടെ നിന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായി. കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായതിനു ശേഷം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി. അതിനുശേഷം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഏതാണ്ട് 5 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റെടുത്തു. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ യുവമോർച്ചയിലും RSSലൊക്കെ പ്രവർത്തിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും പ്രതിയോഗികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നേരത്തെ അപേക്ഷിച്ച് സ്വാഭാവിക സംഘർഷം താരതമ്യേന കുറവാണ്. തീർച്ചയായിട്ടും എനിക്കെതിരായിട്ട് അവിടുത്തെ നിരവധി പ്രവർത്തകന്മാർ, എന്നോടൊപ്പം പ്രവർത്തിച്ച നിരവധി സ്വയംസേവകന്മാർ, സഹപ്രവർത്തകന്മാർ ഇതിനകം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബലിദാനികളായിട്ടുണ്ട്. എൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു KT ജയകൃഷ്ണൻ. എൻ്റെ വീടും ജയകൃഷ്ണൻ്റെ വീട് ഏതാണ്ട് അടുത്തടുത്താണ്. 1 കിലോമീറ്റർ വ്യത്യാസം, 1/2 കിലോമീറ്റർ വ്യത്യാസമില്ല. അദ്ദേഹം കൊല ചെയ്യപ്പെടുകയുണ്ടായി. നിരവധി സഹപ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടു. എനിക്കെതിരായിട്ടും ചില ശ്രമങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം രാത്രി കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പാട്യത്ത് വെച്ചിട്ട് എൻ്റെ വാഹനം തടഞ്ഞുവെത്തി ബോംബും മാരകായുധങ്ങളുമായി ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് പെട്ടെന്ന് വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇതുപോലെ 1-2 അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു തടസ്സമായിട്ടില്ല. കാരണം എത്രയോ സഹപ്രവർത്തകന്മാർ ആദർശത്തിന് വേണ്ടി അവിടെ ബലി നൽകിയിട്ടുണ്ട്. അതിലൊരാൾ മാത്രമായിട്ട് ഞാൻ എന്നെയും കരുതാറുള്ളൂ. ജയകൃഷ്ണൻ്റെ കൊലപാതകം ഒരു കേട്ടുകേൾവിയില്ലാത്താണ്. ഇനി മേലിൽ അത്തരം കൊലപാതകം നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ജയകൃഷ്ണൻ മാഷിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട കോടതി വിധി പ്രതികൾക്കെല്ലാം ജാമ്യം അനുവദിക്കുകയും ജീവപര്യന്തം ശിക്ഷ ഇളവ് അനുവദിക്കുകയൊക്കെ ചെയ്തു. ഈ കോടതി വിധിയോട് BJPയുടെ പ്രതികരണം എന്താണ്? സത്യത്തിൽ ഈ ജയകൃഷ്ണ കൊലപാതകത്തിന് പ്രാകൃതമായ കൊലപാതകം എന്ന് മാത്രമല്ല എൻ്റെ പ്രത്യേകത. മാർക്സിസ്റ്റ് പാർട്ടിയും അന്നത്തെ പോലീസും സംയുക്തമായി ഗൂഢാലോചന നടത്തിക്കൊണ്ടുള്ള കൊലപാതകം. അതായത് പോലീസിൻ്റെ ഒത്താശയോടുകൂടി നടത്തിയ കൊലപാതകം. അതുകൊണ്ടാണ് ജയകൃഷ്ണ കൊലപാതകത്തിന് മുമ്പ് പാനൂർ പോലീസ് സ്റ്റേഷനിലെ CI, SI, ഹെഡ് കോൺസ്റ്റബിളിനെ പോലും മാറ്റി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ സ്വന്തം കേഡർ എന്ന് പറയാവുന്ന CI, SI, കോൺസ്റ്റബിൾ വരെയാണ് അവിടെ നിശ്ചയിച്ചത്. അതിനുശേഷം മാത്രമല്ല FIRൽ ആരാണോ മൊഴി കൊടുക്കേണ്ടത് അതുപോലും തീർച്ചപ്പെടുത്തിയിരുന്നു. ജയകൃഷ്ണൻ മാസ്റ്റർ സ്കൂളിലെ KSTAയിലെ അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകനെയാണ് FIRൽ മൊഴി കൊടുക്കാൻ നേരത്തെ ചുമതലപ്പെടുത്തിയത്. അങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്. അതിനുശേഷം കൊലപാതകത്തിന് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ അവിടെ ബോഡി അപ്പുറത്ത് കിടക്കുന്ന സമയത്ത് ഈ പ്രത്യേക അധ്യാപകനെ വിളിച്ചുകൊണ്ടുപോയി മൊഴി കൊടുക്കുന്നു. അതിനുശേഷം ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോലീസിൻ്റെ എല്ലാ ശ്രമവും. അതാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയും ഹൈക്കോടതിയും രൂക്ഷമായ ഭാഷയിൽ പോലീസിനെ വിമർശിച്ചത്. അതായത് പ്രതികളെ സംരക്ഷിക്കാൻ. ഉദാഹരണത്തിന് 2 ആഴ്ചക്കുള്ളിൽ സാക്ഷികളൊക്കെ മൊഴി കൊടുക്കുക. പക്ഷേ രേഖയിൽ കാണുന്നത് 62 ദിവസത്തിന് ശേഷമാണ്.
വെപ്പൺ സീസ് ചെയ്യേണ്ടതാണ്, ഇവിടെ സീസ് ചെയ്തിട്ടില്ല. അടിസ്ഥാനപരമായി കേസിനെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും കോടതി കേസിൻ്റെ നടത്തിപ്പ് നമ്മുടെ ഈ കാര്യത്തിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള നമ്മുടെ പ്രവർത്തകന്മാർ തലശ്ശേരിയിൽ കേസ് നടത്തുകയുണ്ടായി. പിഞ്ചു കുഞ്ഞുങ്ങൾ തങ്ങൾ കണ്ട ആ വിവരങ്ങൾ സത്യസന്ധമായിട്ട് കോടതിയുടെ മുമ്പിൽ, ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ മുമ്പിൽ മൊഴി പറയുകയുണ്ടായി. അത് കോടതി വിശ്വസിച്ചു. ഈ അടിസ്ഥാനപരമായ രേഖയിലെ തകരാറുകൾ കോടതി പറഞ്ഞു പോലീസാണ് ഈ ഉത്തരവാദി, ഈ കേസ് തേച്ചുമാച്ച് കളയാൻ, പ്രതിയെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചത്, അതുകൊണ്ട് പോലീസിനെതിരായിട്ട് ശക്തമായ അന്വേഷണം നടത്തി നടപടിയെടുക്കണം എന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതിയും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ നിലപാടുണ്ടായിരുന്നത്. സുപ്രീം കോടതിയിൽ സംഭവിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നേരത്തെ ഹൈക്കോടതിയിൽ ജയകൃഷ്ണൻ്റെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ. കാരണം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ആര് ഹാജരാവണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അവർ നിർദ്ദേശിച്ച അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ജയകൃഷ്ണൻ്റെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അതേ അഭിഭാഷകൻ നിശ്ചയിച്ചു. കോടതിയുടെ സംശയങ്ങൾക്ക്, കോടതിയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി പറയാൻ ഈ അഭിഭാഷകൻ തയ്യാറായില്ല. കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ആദ്യം ശ്രമിച്ചു, കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. അവസാനം ഈ കോടതി നിയമത്തെയും നീതി നിർവഹണത്തെയും എല്ലാം അട്ടിമറിക്കുകയുണ്ടായത്. അപ്പോൾ സുപ്രീം കോടതിയിൽ തൃപ്തികരമായിട്ട് വാദിക്കാൻ അഭിഭാഷകൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് കോടതി കേസ് വിട്ടുപോയത്. ഏതായാലും ദുഃഖം തോന്നുന്നു ആ കോടതി വിധിയിൽ. ഇത്രേ പറയാനുള്ളത് ആ കോടതി വിധിയെ സംബന്ധിച്ച്. ഒരു അധ്യാപക കുടുംബത്തിലെ അംഗമാണ് താങ്കൾ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത്? അതിനിടയാക്കിയ സാഹചര്യം ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ എന്ന് പറയാമോ? ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ടുള്ള ബന്ധമാണ് എന്നെ ഈ BJP പ്രവർത്തനത്തിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യുവമോർച്ചയുടെ, ഞാൻ സൂചിപ്പിച്ചതോടെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മാരാർജി നിശ്ചയിച്ചു. അങ്ങനെ ഞാൻ അസുഖമായിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്താണ് ഈ പ്രസിഡൻ്റായിട്ട് എന്നെ നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ എൻ്റെ അസുഖം കാണാൻ വേണ്ടി അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ മാരാർജിയും അന്ന് സംസ്ഥാന സംഘടനാ കാര്യദർശിയായിരുന്ന മുകുന്ദേട്ടൻ വീട്ടിൽ വന്നു. ഞാൻ എന്നോട് പറഞ്ഞൊരു 3 മാസം സ്കൂളിൽ നിന്ന് അവധിയെടുത്തിട്ട് കുറച്ച് മുഴുവൻ സമയ പ്രവർത്തനമായിട്ട് 3 മാസം പ്രവർത്തിച്ചാൽ മതി. അങ്ങനെ ഞാനത് അനുസരിച്ച് അന്ന് 3 മാസത്തേക്ക് അറിഞ്ഞു തിരിച്ചതാണ്. ഇപ്പോൾ പിന്നീട് സ്കൂൾ ജോലിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ അതിനുശേഷം നമ്മൾ സംഘടനക്കകത്ത് ഉണ്ടായി കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അതൊക്കെ എന്നെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായി തുടരാൻ പ്രേരിപ്പിച്ചു. പക്ഷേ ഇതെൻ്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളിലും വീട് വിട്ട് ജോലി ഉപേക്ഷിച്ച് വന്ന നിരവധി പ്രവർത്തകന്മാരുണ്ട്. ഒരു വിശ്വസിച്ചൊരു ആദർശത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നാടും വീട് വിട്ട് കടലോരത്തും മലയോരത്തും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മുഴുവൻ സമയം പ്രചാരകന്മാർ, മുഴുവൻ സമയം പ്രവർത്തകന്മാരുണ്ട്. അതിലൊരാൾ മാത്രമാണ് ഞാൻ. അന്തരിച്ച ശ്രീ KG മാരാറുമായിട്ട് താങ്കൾക്ക് നല്ല ബന്ധമുണ്ടെന്നറിയാം. ഈ ബന്ധം എങ്ങനെയാണ് നിലനിന്ന് പോകുന്നത്? അദ്ദേഹത്തിൻ്റെ ആത്മബന്ധത്തെപ്പറ്റി ഒന്ന് പറയാമോ? മാരാർജിയാണ് സത്യത്തിൽ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഈ രീതിയിലേക്ക് പ്രവർത്തിക്കാൻ ഒരു കാരണം മാരാർജി. ഞാൻ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് മാരാർജി അന്ന് എൻ്റെ നിയോജകമാണ് പെരിങ്ങളത്ത് വരികയുണ്ടായി. അവിടെ നിന്ന് പരിചയപ്പെട്ടു. അങ്ങനെ ഒരു വല്ലാത്ത പ്രോത്സാഹനം മാരാർജിയുടെ ഭാഗത്തുണ്ടായിരുന്നു. മാരാർജിയായിട്ടൊരു ഹൃദയബന്ധം എനിക്കുണ്ടായിരുന്നു. രാഷ്ട്രീയ ഒരു ഗുരുനാഥൻ എന്നൊക്കെ വേണമെങ്കിൽ ആ തരത്തിൽ ആ ഒരു ഗുരുവിൻ്റെ ആ നിലയിലേക്കാണ് ഞാൻ മാരാർജിയെ കാണുന്നത്. ഒരു ഹൃദയബന്ധം മാരാർജിയായിട്ടുണ്ടായിരുന്നു. ആ ഹൃദയബന്ധമാണ് എൻ്റെ ഈ ഉയർച്ചക്കുള്ള ഒരു കാരണം. പല ഘടകങ്ങളുണ്ടാവാം. ഒരു കാരണം മാരാർജിയുടെ ഈ പ്രേരണ. അങ്ങനെ എന്നോട് ഈ സംഘടന നമ്മുടെ ഈ BJP പോലുള്ള പ്രസ്ഥാനത്തിൻ്റെ സിസ്റ്റം അതാണ്. അപ്പോൾ മാരാർജിയെ മുഴുവൻ സമയ പ്രവർത്തകനാക്കി മാറിയത് മാന്യ പരമേശ്വർജിയൊക്കെയുള്ള സമ്പർക്കവും ആ ഹൃദയബന്ധവുമാണ്. അതുപോലെ മാരാർജിയുള്ള ഹൃദയബന്ധമാണ് എന്നെ ഈ മുഴുവൻ സമയ പ്രവർത്തകനായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ പാർട്ടിയിലേക്ക് ഉയർന്ന ചുമതല ഏറ്റെടുക്കാനുള്ള കാരണം എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഹൃദയബന്ധം തന്നെയായിരുന്നു. ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തായിരുന്നു. ഒരു പിതൃതുല്യനായിട്ടുള്ള നേതാവായിരുന്നു ശ്രീ മാരാർജി എന്നെ സംബന്ധിച്ച്. BJP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ K. രാമൻപിള്ള തെരഞ്ഞെടുപ്പ് നിന്നും വിട്ടുനിൽക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ പുതിയൊരു ജനപക്ഷം എന്ന മുന്നണി തന്നെ BJP നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ
വേദിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശ്രമം ഉണ്ടായിട്ടുണ്ടോ? ശ്രീ രാമപിള്ളയുടെ സമീപനത്തോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP ഒരു ജനാധിപത്യ പ്രസ്ഥാനം. BJPയുടെ ഭരണഘടന അനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുക്കാനും മത്സരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ സാധാരണ കാണാറ് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഒരു കീഴ്വഴക്കം അത് ഭാരതീയ ജനതാ പാർട്ടിക്കകത്തുണ്ട്. പക്ഷെ അത് ഭരണഘടനാപരമായിട്ട് നോമിനേഷൻ കൊടുക്കാനും മത്സരിക്കാനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശവും BJPയുടെ സജീവ അംഗങ്ങളായിട്ടുള്ള പ്രവർത്തകന്മാർക്കുണ്ട്. ഈ കാലയളവിൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ചില രണ്ട് നോമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് മുതിർന്ന നേതാക്കന്മാരുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകകണ്ഠമായിട്ടാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു എൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. ദൗർഭാഗ്യവശാൽ രാമപിള്ള സാറ് അല്പം അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ ചില കാര്യങ്ങളിലുണ്ടായി. അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിന്ന് ഒരു പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ദൗർഭാഗ്യകരമാണ് ഈ സംഭവം. എന്നാലും എൻ്റെ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു പരിധിവരെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ BJP ഒറ്റക്കെട്ടാണ്, ശക്തമായിട്ട് അതിൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ മുന്നണി ഭരണത്തിൽ നിന്നും എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ BJPക്ക് അധികാരത്തിലേറാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം ജനങ്ങൾ എന്തായാലും ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കേരളം രൂപീകൃതമായിട്ട് 50 വർഷം പിന്നിട്ടു. കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് 50 വർഷം പൂർത്തീകരിക്കും. ഈ 50 വർഷം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു നഷ്ടം തന്നെയാണ്. നമ്മൾ 50 വർഷം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു രംഗത്ത്, വ്യാവസായിക രംഗത്തായാലും കാർഷിക രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 50 വർഷം ഈ തകർച്ചയ്ക്ക് കാരണം ആരാ? മൗലികമായ വ്യത്യാസമില്ലാത്ത ഒരേ നയവും പരിപാടികളും കൈമുതലാക്കിയിട്ടുള്ള കോൺഗ്രസ് മാർക്സിസ്റ്റ് മുന്നണികളാണ്. സത്യത്തിൽ ഈ രണ്ട് മുന്നണികളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ വീക്ഷണവും രാഷ്ട്രീയ കാഴ്ചപ്പാടും. പക്ഷേ ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് വേണ്ടത്ര രീതിയിൽ അംഗീകാരം മുൻകാലങ്ങളിൽ കേരളത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ നിയമസഭാ പ്രവേശനം ഒരു ചിരകാല ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു 50 വർഷം പിന്നിട്ടിട്ടുള്ള ഈ കാലങ്ങളിൽ ജനങ്ങൾ ആത്മപരിശോധന നടത്തുന്നുണ്ട്. അപ്പം ഇടതുപക്ഷം ആഘോഷം നടത്തുന്നത് 50 വർഷം. പക്ഷേ ആഘോഷമല്ല വേണ്ടത്, ആഘോഷം വിജയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒന്നിനും നമ്മൾ വിജയിച്ചിട്ടില്ല. ഒന്നിനും EMS ഗവൺമെൻറ് ആദ്യത്തെ ഗവൺമെൻറ് മാതൃകയുമല്ല. അന്ന് തന്നെ അബദ്ധസഞ്ചാരം ആരംഭിച്ചത് 57-ലാണ്. ആ അബദ്ധസഞ്ചാരം ഇന്നും തുറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാതെ പിന്തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒരു ആത്മപരിശോധന ജനങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആത്മപരിശോധനയിൽ ജനങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെടും ഈ രണ്ട് മുന്നണികളും മൗലികമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. കേരളം തകർത്തത് ഈ രണ്ട് മുന്നണികളുമാണ്. അതുകൊണ്ടൊരു ബദൽ, ഒരു മൂന്നാം ശക്തി കേരളത്തിൽ ഉയർന്നു വരണം, വളർന്നു വരണം എന്നുള്ളത് മലയാളികളുടെ ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് ചിറക് വയ്ക്കും, ആ സ്വപ്നം സാക്ഷാത്കരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ BJPയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമതൊരു ശക്തി കേരളത്തിൽ ഉയർന്നു വരും. കേരള രാഷ്ട്രീയ രംഗത്ത് ഒരു ഗുണകരമായ മാറ്റത്തിന് അത് കാരണമാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ലക്ഷാവധി പ്രവർത്തകന്മാർക്കുള്ളത്. ഈ മുന്നണി സംവിധാനം, ഈ മുന്നണികൾക്കും ബദലായിട്ടൊരു മൂന്നാമതൊരു മുന്നണി BJPയുടെ നേതൃത്വത്തിൽ ഒരു മൂന്നാമത് മുന്നണിക്കൊരു സാധ്യത കാണുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ സംസ്ഥാന സമിതി പാലക്കാട് വെച്ച് കഴിഞ്ഞു. അന്ന് ഞങ്ങളുടെ പ്രമേയത്തിൻ്റെ അകക്കാമ്പിതാണ് ഒരു മൂന്നാം ശക്തിക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള മുന്നണികൾക്ക് അകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ സംഘടനകളോടും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളോടും ജനങ്ങളോട് പൊതുവെ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇലക്ഷനൊന്നും വരാൻ പോകുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ, സ്വാഭാവികം. പക്ഷേ വളരെ അടുത്ത ഈ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ സാധ്യത, അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം, വാതാവരണം കേരളത്തിൽ മെല്ലെ മെല്ലെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മൂന്നാം ശക്തി കേരളത്തിൽ ഉയർന്നു വരും. അത് കേരളത്തിലെ നിർണായകമായൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കെ കരുണാകരനും കെ മുരളീധരനും നയിക്കുന്ന NCPയെ ഏതെങ്കിലും സാഹചര്യത്തിൽ BJPയുമായി ചേർത്ത് ഒരു മൂന്നാം മുന്നണിക്ക് ശ്രമമുണ്ട്? NCP ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, ഒരുപക്ഷെ അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം, NCPയുടെ ബഹുമാന്യനായ കരുണാകരൻ്റെയും അതുപോലെ തന്നെ അധ്യക്ഷൻ ശ്രീ കെ മുരളീധരൻ്റെയും ഒക്കെ പ്രസ്താവനയും പ്രസംഗങ്ങളും മാധ്യമങ്ങളിൽ വായിക്കാനിടയായി. രണ്ട് മുന്നണികളെയും നിശിതമായിട്ടുള്ള വിമർശിച്ചുകൊണ്ടാണ് അവർ പ്രസംഗവും അതുപോലെ പ്രസ്താവനകളും കാണുന്നത്. അപ്പോൾ രണ്ട് മുന്നണികളെയും ഞങ്ങൾക്കും ഇതേ കാഴ്ചപ്പാടാണുള്ളത്. അപ്പോൾ രണ്ടുപേരുടെ കാഴ്ചപ്പാട് ഒന്നാണ്. പക്ഷെ അതൊരു രാഷ്ട്രീയ സഖ്യമായി രൂപാന്തരപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാൻ സാധ്യമല്ല. എന്നാലും ഞങ്ങളുടെ അപേക്ഷ, ബഹുമാന്യനായിട്ടുള്ള ലീഡറോടൊപ്പം ഞങ്ങളുടെ അപേക്ഷ, ഇത്തരത്തിൽ മൂന്നാം ശക്തിക്ക് കേരളത്തിൽ അനുകൂലമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത് പ്രയോജനപ്പെടുത്താൻ, ഉപയോഗപ്പെടുത്താൻ കരുണാകരനെ പോലെയുള്ള, ബഹുമാന്യനായ കരുണാകരനെ പോലെയുള്ള നേതാക്കന്മാർ തയ്യാറാകണം എന്നൊരു സജഷൻ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം BJPയും NCPയും തമ്മിൽ ബന്ധം വരുമോ അതൊന്നും ഇപ്പോൾ തീരുമാനിക്കാൻ സാധ്യമല്ല. അതിന് വരാനിരിക്കുന്ന ആളുകളിലെ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ കാലാവസ്ഥയും അനുസരിച്ച് മാത്രമേ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കൂ. പക്ഷേ ഇന്ന് BJPയുള്ള അതേ സമീപനം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന NCPക്കും ഉള്ളത്. BJP കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരേക്ക് 17 ദിവസത്തെ ഒരു രഥയാത്ര നടത്തുകയാണ്. എന്താണ് പ്രധാന മുദ്രാവാക്യങ്ങൾ ഈ യാത്രയുടെ? ഈ യാത്രയിലെ ഞങ്ങൾ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടുള്ള മുദ്രാവാക്യം, ജനവിരുദ്ധ മുന്നണികൾക്കെതിരെ ജനകീയ ബദൽ BJP. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാം ശക്തിയുടെ ആവശ്യകത, മൂന്നാം മുന്നണിയുടെ ആവശ്യകത, അതിന് രാഷ്ട്രീയ പ്രസക്തി, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 50 വർഷത്തെ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ഇരു മുന്നണികളെയും ജനമധ്യത്തിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജാഥയുടെ ലക്ഷ്യമാണ്. മറ്റൊന്ന് പിന്നെ സ്പെസിഫിക് ആയ ചില മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. അതൊന്ന്, നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഈ BJP ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ നിന്ന് മാറിയതിനു ശേഷം കോൺഗ്രസ് മാർക്സിസ്റ്റ് സംയുക്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു. പക്ഷേ അതിനുശേഷം കേന്ദ്രത്തിൽ മാർക്സിസ്റ്റ് കോൺഗ്രസ് സംയുക്ത സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്തതിന് ശേഷം രൂക്ഷമായ വിലക്കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും സമ്മതിക്കുന്ന വസ്തുതയാണ്. നാണയപ്പെരുപ്പം വർദ്ധിച്ചു വരികയും വിലക്കയറ്റം രൂക്ഷമാകുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധാരണക്കാരന് പ്രയാസം നേരിടുകയാണ്. അതുകൊണ്ട് വിലക്കയറ്റം, അതിന് ഉത്തരവാദികളായ ജനവിരുദ്ധ നയങ്ങളാണ് ഈ UPA ഗവൺമെൻറ് ജനവിരുദ്ധ നയങ്ങളാണെന്ന് കാരണം. അതുകൊണ്ട് വിലക്കയറ്റമാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. രണ്ടാമത്തെ, കേരളത്തിൽ വളർന്നു വരുന്ന രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്തെ അപകടപ്പെടുത്തുന്ന മതഭീകരവാദം, ഇതാണ് രണ്ടാമത്തെ മുദ്രാവാക്യം. ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും ആശങ്കപ്പെടുകയും, ഇപ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി പറയുന്നു, പിന്നെ ആർമിയുടെ പട്ടാള ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, റോയിൻ്റെ മുൻ ഡയറക്ടർ നമ്മുടെ ഹോർമിസ് തരകൻ്റെ പ്രസ്താവനയുണ്ട്, കേരളത്തിൽ മതഭീകരവാദം ശക്തിപ്പെടുക. ഈ മതഭീകരവാദം ശക്തിപ്പെടാൻ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ LDFൻ്റെയും UDFൻ്റെയും ന്യൂനപക്ഷ പ്രീണന നയമാണ്. ഇന്ന് കേരളത്തിൽ ഭീഷണമായിട്ട് വളർന്നു വന്ന മതഭീകരവാദത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ഇത് ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ ഞങ്ങൾ മതഭീകരവാദം എന്നുള്ളത് രണ്ടാമത്തെ മുദ്രാവാക്യം. പിന്നെ പോസിറ്റീവായിട്ട് മുദ്രാവാക്യം, കേരളത്തിൻ്റെ സമഗ്രമായ വികസനം. 3.25 കോടി മലയാളികൾ ജീവിക്കുന്ന ഈ കേരളത്തെ ഒരു സ്വാശ്രയ കേരളമായിട്ട് വളർത്തിയെടുക്കാനുണ്ട്. അതിനനുസൃതമായ പദ്ധതികൾ, BJPയുടെ കാഴ്ചപ്പാട് ജനമധ്യത്തിൽ അവതരിപ്പിക്കാനും അതിന് പിന്തുണ നേടാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ജനയാത്ര സംഘടിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരു വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. അവിടെ ജനവിരുദ്ധ നയങ്ങൾ എന്തായാലും ചർച്ചാ വിഷയമാവും, ഉറപ്പാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ദേശീയ തലത്തിൽ ഒന്നിക്കുന്നു, കേരളത്തിൽ ഭിന്നിച്ചു നിൽക്കുന്നു. ഇത് രാഷ്ട്രീയ തട്ടിപ്പാണ്, ജനവഞ്ചനയാണ്. ഇത് ഞങ്ങൾ തുറന്നു കാണിക്കപ്പെടും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമീപകാലത്തായി വന്നിട്ടുള്ള അവരുടെ നയമാറ്റം, പണ്ട് പിന്നെ കൃഷിഭൂമി കൃഷിക്കാരെന്നായിരുന്നു മുദ്രാവാക്യം. ഇപ്പോൾ കൃഷിഭൂമിയിൽ നിന്ന് കൃഷിക്കാരനെ കുടിയിറക്കിയിട്ട് കുത്തകക്കാരനെ കുടി ഇരുത്തുകയാണ്. പശ്ചിമ ബംഗാൾ നന്ദിഗ്രാമം, സിന്ദൂര്,
ഈ നയമാറ്റമുണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങൾ ജനമധ്യ തുറന്നു കാണിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ മുഖംമൂടി പിച്ച് ചീന്താൻ ഞങ്ങൾ യാത്ര ശ്രമിക്കും. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. CPM പോലെ BJP ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വേളയിൽ അന്നു മുതൽ BJPയിൽ ഒരു വിഭാഗീയത ഉടലെടുക്കുന്നതായി കാണുന്നുണ്ട്. ഈ വിഭാഗീയത BJPക്ക് ഗുണം ചെയ്യുമോ? വിഭാഗീയത ഇല്ലാതാക്കാൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ ഭാഗത്ത് എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ നേരത്തെ ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് മംഗളം TV.